ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീസ് കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു 3 ലെയറായിട്ടാണ് ഈ കേക്ക് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു ബൗളിലോട്ട് ഒരു 2 ടീസ്പൂൺ ജെലറ്റിൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം, ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം നമ്മളൊരു മിക്സിയുടെ ഒരു ജാറിലോട്ട് ഒരു 6 ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് വെച്ചിട്ടൊരു ലെയറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുകയാണ്. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അത് അരിപ്പയിലൂടെ അരിച്ചെടുത്തതാണ്. ഇനി നമ്മളിതിലോട്ട് വേണ്ടത് ജലറ്റിനാണ്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ജലറ്റിന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നല്ല തണുത്ത വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കൊണ്ടുള്ള ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സീസറിൽ നിന്നും സെറ്റാകാൻ വെച്ചത് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ഫ്രീസറിലല്ല വെക്കുന്നത്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ നമുക്കിത് സെറ്റാകാൻ വെക്കാം. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാം. നമുക്ക് സൈഡൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാം. ഇത് വളരെ സോഫ്റ്റാണ്. അപ്പം നമ്മുടെ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.